ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റീസ് അഥവാ ഗുണന സമവാക്യങ്ങളാണ്. നമുക്കറിയാം, ഒരു രണ്ടക്ക സംഖ്യകൾ തമ്മിൽ ഗുണിക്കണമെങ്കിൽ ഗുണനം ചെയ്യാതെ എങ്ങനെ അതിനെ ചെയ്ത് കണ്ടുപിടിക്കാം, ഉത്തരം കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ ഒരക്ക സംഖ്യയും ഒരു രണ്ടക്ക സംഖ്യയും ചെയ്യുന്ന ആദ്യം കാണിച്ചു തരാം. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ ഞാനിവിടെ ഉദാഹരണമായിട്ട് എടുക്കുന്നത് 5 ഗുണം 24. അപ്പോൾ 5 ഗുണം 24 നമുക്കറിയാം, 5 ഒരൊറ്റ സംഖ്യയാണ്, 24 ഇരട്ട സംഖ്യ, 24 രണ്ടക്ക സംഖ്യ. ഇരട്ട സംഖ്യയുമാണ്, ഇരട്ട സംഖ്യ പ്രശ്നമില്ല, രണ്ടക്ക സംഖ്യയാണ് നമ്മൾ നോക്കേണ്ടത്. ആ രണ്ടക്ക സംഖ്യ നമുക്ക് എങ്ങനെ എഴുതാം? 24 എന്ന് പറയുന്നത് 20ഉം 4ഉം കൂടെ കൂട്ടുമ്പോഴാണല്ലോ. അപ്പം നമുക്ക് 5 ഗുണം 24 എന്നുള്ളതിന് 5 ഗുണം 20 പ്ലസ് 4 എന്ന് എഴുതാമല്ലോ. 5 ഗുണം 20 പ്ലസ് 4. ഇനി ഞാനിതിനെ പുറത്ത് കിടക്കുന്ന 5നെ ബ്രാക്കറ്റിനുള്ളിലെ ഓരോ നമ്പറുമായിട്ടും ഗുണിക്കാൻ പോവാം. അപ്പം ഞാനിവിടെ ആദ്യം കാണിച്ചു തരാം. 5 ഗുണം 20 ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം 5 ഗുണം 20 ആദ്യം ചെയ്യും. എന്നിട്ട് ഈ പ്ലസ് അതേപോലെ ഇട്ടിട്ട് 5നെ പുറത്ത് കിടക്കുന്ന 5നെ 4 കൊണ്ട് ഗുണിക്കും. നമുക്കറിയാം, പദങ്ങൾ പ്ലസ്സോ മൈനസോ സൈൻ ഇട്ടിട്ടാണ് പദങ്ങളെ വേർതിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പദമാണ് 5 ഗുണം 20, രണ്ടാമത്തെ പദമാണ് 5 ഗുണം 4. അപ്പോൾ 5 ഗുണം 20 നമുക്കറിയാം 100ആണ്. 5 ഗുണം 2 10ആണ്. പിന്നെ ഇവിടെ ഒരു 0 ഉള്ളതുകൊണ്ട് ഒരു 0 കൂടെ ഇടുന്നു. ഇതേ പ്ലസ് അതുപോലെ എഴുതി 5 ഗുണം 4 20. അപ്പം നമുക്ക് 100ഉം 20ഉം കൂടെ കൂട്ടുമ്പോൾ 120 എന്ന് കിട്ടി. അപ്പോൾ നമ്മളിവിടെ ഗുണിക്കാതെ, സാധാരണ ഗുണനം ചെയ്യാതെ നമുക്ക് ഉത്തരം കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ആദ്യത്തെ സംഖ്യ ഒറ്റ സംഖ്യയും ഒരക്ക സംഖ്യയും രണ്ടാമത്തെ സംഖ്യ രണ്ടക്ക സംഖ്യയുമാണ്. ഇനി രണ്ടക്ക സംഖ്യകൾ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ടക്ക സംഖ്യയാണ് നമ്മൾ മുറിച്ചെഴുതുന്നത്. അതേപോലെ നമ്മൾ രണ്ടക്ക സംഖ്യകൾ വന്നാലും അതിനെയും മുറിച്ചെഴുതിയിട്ടാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്, 26 ഗുണം 15. ഈ 26 എന്നുള്ളതൊരു രണ്ടക്ക സംഖ്യയാണ്, 15 എന്നുള്ളത് രണ്ടക്ക സംഖ്യയാണ്. ഈ 26നെ നമുക്ക് 20 പ്ലസ് 6 എന്ന് എഴുതാം, 15നെ 10 പ്ലസ് 5 എന്നും എഴുതാം. അപ്പോൾ 20 പ്ലസ് 6 എന്നുള്ളത് ആദ്യത്തെ ബ്രാക്കറ്റിലും 10 പ്ലസ് 5 എന്നുള്ളത് രണ്ടാമത്തെ ബ്രാക്കറ്റിലും എഴുതി. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെ ഒരെണ്ണം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ രണ്ടിടത്തും പ്ലസ് ആണല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരിടത്ത് മൈനസ് വന്നാലും അല്ലെങ്കിൽ രണ്ടിടത്തും മൈനസ് വന്നാലും എളുപ്പമാണ്. ഒരു രീതി മാത്രം പഠിച്ചു വെച്ചാൽ മതി. അതെങ്ങനെയാണ് ഈ ബ്രാക്കറ്റിനെ തുറന്ന് ഓരോരുത്തരെ കൊണ്ടും ഗുണിച്ച് എഴുതുന്നതെന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. അപ്പോൾ എളുപ്പമാണ്. അപ്പോൾ ഞാനിവിടെ ഒന്നാമത്തെ ബ്രാക്കറ്റിലെ ആദ്യത്തെ സംഖ്യയായ 20 കൊണ്ട് രണ്ടാമത്തെ ബ്രാക്കറ്റിലെ ഓരോ സംഖ്യകളോടും ഗുണിക്കാൻ പോവാം. അപ്പോൾ അതായത് 20നെ രണ്ടാമത്തെ ബ്രാക്കറ്റിലെ ആദ്യത്തെ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ 20 ഗുണം 10. ഇനി ഇവിടെ എല്ലായിടും പ്ലസ് ആണ്, അപ്പം പ്രശ്നമില്ല. ഈ 20ൻ്റെ ചിഹ്നം നമുക്കറിയാം, ഒരു സംഖ്യയുടെ ചിഹ്നം വരുന്നത് അതിൻ്റെ തൊട്ട് മുമ്പാണ്. അപ്പോൾ 20ന് ചിഹ്നം ഇല്ല എന്ന് പറഞ്ഞാൽ അത് പ്ലസ് ആണ്. അപ്പോൾ പ്ലസ്. ഇനി ഈ 20നെ 5 കൊണ്ട് ഗുണിക്കണം. ഒന്നാമത്തെ സംഖ്യയായ 20നെ രണ്ടാമത്തെ ബ്രാക്കറ്റിലെ രണ്ടാമത്തെ സംഖ്യയായ 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 20 ഗുണം 5. അപ്പോൾ ആ 20 കൊണ്ട് ഗുണിക്കേണ്ടത് മുഴുവൻ കഴിഞ്ഞു. ഇനി നമുക്ക് പ്ലസ് 6നെ 10 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ പ്ലസ് 6 ഗുണം 10. ഇനി ഈ പ്ലസ് 6നെ 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ പ്ലസ് 6 ഗുണം 5. നമുക്കറിയാം, പദങ്ങളെല്ലാം വേർതിരിക്കുന്നത് പ്ലസ്സോ മൈനസോ സൈൻ ഇട്ട. അപ്പോൾ ഈ പ്ലസ് നേരെ താഴെ പ്ലസ് ഇടുന്നു,
ഇവിടെ പ്ലസ് നേരെ താഴെ ഇടുന്നു, ഈ പ്ലസ് നേരെ താഴെ ഇടുന്നു. ഇപ്പം നമുക്ക് തെറ്റുകയില്ല. ഇനി 20 ഗുണം 10, 20 ഗുണം 10 200 20 ഗുണം 5 100 6 ഗുണം 10 60 6 ഗുണം 5 30. ഇനി 200 100 360 390. അപ്പോൾ ഉത്തരം 390 കിട്ടി. ഇനി ഇതുപോലെ ഏത് രണ്ട് സംഖ്യകൾ വന്നാലും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് എക്സസൈസിൽ ഒരു ഫ്രാക്ഷൻ വരുന്ന ഒരു ഭിന്നസംഖ്യ വരുന്ന ഒരു ചോദ്യം അടുത്തത് തരാം. നമ്മുടെ അടുത്ത ചോദ്യം 10½ ഇൻറ്റു 6½ നമുക്കറിയാം 10½ എന്ന് പറഞ്ഞാൽ 10 പ്ലസ് ഹാഫ് ആണ്. 6½ എന്ന് പറഞ്ഞാൽ 6 പ്ലസ് ഹാഫ് ആണ്. 10ൻ്റെ കൂടെ ഹാഫ് കൂട്ടുമ്പോഴാണ് 10½ കിട്ടുന്നത്. 6ൻ്റെ കൂടെ ഹാഫ് കൂട്ടുമ്പോഴാണ് 6½ കിട്ടുന്നത്. അപ്പോൾ ഇത് തമ്മിലാണ് നമുക്ക് ഗുണിക്കേണ്ടത്. അതിന് പകരം 10 പ്ലസ് ഹാഫ് ഇൻറ്റു 6 പ്ലസ് ഹാഫ്. നമുക്കിവിടെ ഇടയ്ക്ക് ഇൻറ്റു ഇടേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നാമത്തെ ബ്രാക്കറ്റിൽ ഒന്നാമത്തെ നമ്പറായ 10നെ രണ്ടാമത്തെ ബ്രാക്കറ്റിൽ ഓരോ നമ്പറുമായിട്ട് ഗുണിക്കണം. അപ്പോൾ ആദ്യത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ 10 ഗുണം 6, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ 10 ഗുണം ഹാഫ്. അപ്പോൾ അത് പ്ലസ് ആണ്. പ്ലസ് 10 ഗുണം ഹാഫ് പ്ലസ് ആദ്യത്തെ ബ്രാക്കറ്റിലെ രണ്ടാമത്തെ നമ്പറായ ഹാഫിനെ രണ്ടാമത്തെ ബ്രാക്കറ്റിലെ ഓരോ നമ്പറുമായിട്ട് ഗുണിക്കണം. അപ്പോൾ ഹാഫ് ഇൻറ്റു 6 ഹാഫ് ഇൻറ്റു 6 പ്ലസ് ഹാഫ് ഇൻറ്റു ഹാഫ്. നമുക്കറിയാം ഇവിടെ എല്ലാം ടേംസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്ലസ് വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ പ്ലസ് ഇട്ടു. ഇനി അതിനിടയ്ക്കുള്ള സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം. 10 ഗുണം 6 എന്ന് പറയുന്നത് 60. ഇനി 10 ഗുണം ഹാഫാണ്. ഇത് 10 ഗുണം ഹാഫ് രണ്ടും 2ആണ്. 10 എന്ന് പറയുമ്പോൾ 10 പ്ലസ് ഹാഫ്. 10 ഇൻറ്റു ഹാഫ് എന്ന് പറയുമ്പോൾ 10ൻ്റെ പകുതി കാണുക. 10ൻ്റെ പകുതി നമുക്കറിയാം 5ആണ്. ഹാഫ് ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 6ൻ്റെ പകുതി 3ആണ്. പിന്നെ ഇവിടെ നോക്കിക്കുക, രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ ഗുണിക്കാനാണ്. രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ ഗുണിക്കാൻ വേണ്ടി ന്യൂമറേറ്ററുകൾ തമ്മിലും ഗുണിക്കണം, ഡിനോമിനേറ്ററുകൾ തമ്മിലും ഗുണിക്കണം. അംശങ്ങൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 1 ഗുണം 1 1 വരും. ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 2 ഗുണം 2 4 വരും. ഇനി 60 പ്ലസ് 5 65, 65 3 68, 68 പ്ലസ് 1/4 എന്ന് വരും. 68 പ്ലസ് 1/4, അതായത് 68 1/4. ഇനി നമുക്കൊരു മൈനസ് ഇട്ടുള്ളത് കൂടെ ചെയ്യാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇങ്ങനത്തെ വന്ന ഏത് പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും ഏത് വന്നാലും നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. അടുത്ത നമ്മുടെ ചോദ്യം 9.5 ഇൻറ്റു 3.5. ഇത് രണ്ട് ഡെസിമൽ നമ്പേഴ്സ്, ദശാംശ സംഖ്യകളാണ്. മറ്റേത് ചെയ്ത പോലെ തന്നെ ചെയ്യാം. അപ്പം 9.5 എന്ന് പറഞ്ഞാൽ 9 പ്ലസ് 0.5. 0.5 എന്ന് പറഞ്ഞാൽ ഹാഫ് ആണല്ലോ. അപ്പോൾ 9 പ്ലസ് ഹാഫ് ഇൻറ്റു 3 പ്ലസ് ഹാഫ്. 0.5 കിട്ടും, ചെയ്യാവുന്നതാണ്. എങ്ങനെ ചെയ്താലും ഉത്തരം സെയിം കിട്ടും. അപ്പോൾ ഇവിടെ 9 ഗുണം 3 പ്ലസ് 9 ഗുണം 1/2 പ്ലസ് ഹാഫ് ഇൻറ്റു 3 പ്ലസ് ഹാഫ് ഇൻറ്റു ഹാഫ്. 9 ഗുണം 3 27 പ്ലസ് 9ൻ്റെ പകുതി. അപ്പോൾ 9ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര? 4.5 ആണ്. 3ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 1.5 ആണ്. പ്ലസ് 1/4. അംശങ്ങൾ ഗുണിക്കുക. 1 ഗുണം 1 1 തന്നെ. ഛേദങ്ങൾ ഗുണിക്കുക. 1/4. 2 ഇൻറ്റു 2 4. ഇനി 4.5 1.5 കൂടെ കൂട്ടുമ്പോൾ 6 കിട്ടും. 6ഉം 27ഉം കൂടെ കൂട്ടുമ്പോൾ 33.
33 പ്ലസ് 1/4. അപ്പോൾ അതായത് 33 1/4. ഇനി ദശാംശത്തിൽ എഴുതണമെങ്കിൽ 1/4 എന്ന് പറഞ്ഞാൽ 0.25 ആണ്. അപ്പോൾ 33.25 എന്ന് എഴുതാം. ഇനി അടുത്ത ചോദ്യം 9.5 × 19.5. ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് ഒരു മൈനസ് ഇട്ടൊന്ന് ചെയ്ത് നോക്കാം. അതായത് 9.5 എന്ന് പറഞ്ഞാൽ 10ൽ നിന്ന് അര പോകുന്നതാണല്ലോ. 19.5 എന്ന് പറഞ്ഞാൽ 20ൽ നിന്ന് ഹാഫ് പോകുന്നതാണ്. അപ്പോൾ ഞാനിതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാണ്. 10 മൈനസ് ഹാഫ് ഇൻറ്റു 20 മൈനസ് ഹാഫ്. ഇനി നമുക്ക് പഴയതുപോലെ തന്നെ ഓപ്പൺ ചെയ്യണം, പക്ഷേ നെഗറ്റീവ് ഉള്ളത് കൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യത്തെ നമ്പറിനെ രണ്ടാമത്തെ ബ്രാക്കറ്റിൽ ആദ്യത്തെ നമ്പർ കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 10 ഗുണം 20. ഇനി ആദ്യത്തെ നമ്പറിനെ രണ്ടാമത്തെ ബ്രാക്കറ്റിലെ രണ്ടാമത്തെ നമ്പറുമായിട്ട് ഗുണിക്കുക. അപ്പോൾ പ്ലസ് 10 ഗുണം 10ൻ്റെ സൈനാണ് പ്ലസ്, മുമ്പിലൊന്നും ഇല്ല, ആ പ്ലസ്. ഇനി 1/2ൻ്റെ സൈന് മൈനസ് ആയതുകൊണ്ട് -1/2. അപ്പോൾ 10 കൊണ്ട് ഗുണിക്കേണ്ടത് കഴിഞ്ഞു. ഇനി നമുക്ക് മൈനസ് ഹാഫിനെയാണ് ഗുണിക്കേണ്ടത് 20 കൊണ്ട്. അപ്പോൾ -1/2 ഇൻറ്റു 20. ഇനി -1/2നെ -1/2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ -1/2 ഇൻറ്റു -1/2. ഇനി ഇവിടെ ഒരു പ്ലസും ഒരു മൈനസും, അപ്പോൾ ആൻസർ ഗുണിച്ച് കഴിയുമ്പോൾ മൈനസായി. ഒരു മൈനസും ഒരു പ്ലസും ഗുണിച്ച് കഴിയുമ്പോൾ ആൻസർ മൈനസായി. 2 നെഗറ്റീവുകളുടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം അത് പ്ലസ്സായി മാറി. ഇനി 10 ഗുണം 20 എന്ന് പറഞ്ഞാൽ 200. ഇനി 10ൻ്റെ പകുതി, ഇനി സൈൻ്റെ കാര്യം നോക്കുക വേണ്ട, സൈൻ നമ്മൾ ആദ്യമേ ഇട്ടു. ഇനി 10ൻ്റെ പകുതി 5, 20ൻ്റെ പകുതി 10. 1 × 1 1, 2 × 2 4. ഇനി 200ൽ നിന്ന് 10 പോയപ്പോൾ 190, 190ൽ നിന്ന് 5 പോയപ്പോൾ 185 പ്ലസ് 1/4, അതായത് 185 1/4. അപ്പോൾ നെഗറ്റീവ് വന്നാലും നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്യാം. നമുക്ക് ഈ ഐഡൻറ്റിറ്റീസ് കുറേ ഉണ്ട്, പക്ഷേ ഐഡൻറ്റിറ്റി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എഴുതി പോകുമ്പോൾ ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി പോകുമ്പോൾ അതാത് സംഖ്യകളുടെ ചിഹ്നം വിട്ട് എഴുതിയാൽ മതി. സമവാക്യങ്ങൾ കാണാതെ പഠിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്